പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മാങ്ങയുടെയൊക്കെ ഒരു സീസണാണല്ലോ അല്ലേ? അപ്പം നമുക്ക് നല്ലൊരു ഹോം മെയ്ഡായിട്ടുള്ള മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു 10 മാങ്ങയോളം എടുത്തിട്ടുണ്ട്. നല്ല നാരുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ അച്ചാറിടുമ്പോൾ കലങ്ങി പോകാതിരിക്കും. അപ്പം ഞാൻ മാങ്ങയൊക്കെ ഇവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ അച്ചാറിന് വേണ്ട ചെറിയ പീസായിട്ട് ഒന്ന് നുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആ മാങ്ങയൊക്കെ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മാങ്ങേനെ ഒരു ദിവസം ഒന്ന് വച്ചിട്ട് എടുക്കുകയാണെങ്കിൽ മാങ്ങയെന്നുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് ഊറി വന്നിട്ടുണ്ടാകും. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ അച്ചാറിലേക്ക് വേണ്ട ഉലുവയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആ ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് 1-2 സെക്കൻഡും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഉലുവയൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 5 പച്ചമുളക് കട്ട് ചെയ്തതും 1 കുടം വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതാ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉലുവയും 2 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതും കൂടി ചേർത്ത് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്തപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും തീ കുറച്ച് വെച്ച് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മാങ്ങയൊക്കെ ഇങ്ങനെ അച്ചാറിട്ടിട്ട് 1-2 ദിവസമൊക്കെ വന്ന് വച്ചിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ മാങ്ങ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോഴാണ് നമ്മുടെ മാങ്ങയിലേക്ക് മുളകും ഉപ്പൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ആ സമയത്താണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.